أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين ذرية بعضها من بعد والله سميع عليم. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അവന്റെ പൊരുത്തത്തിലായി ലോകത്തിനോട് വിട പറയാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഏറെ സന്തോഷത്തിന്റെ ഒരു സുദിനമാണ്. അടുത്ത ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ പ്രാരംഭ നമസ്കാരമായി സുബഹി നമസ്കരിച്ച് അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തോടെയുള്ള ഇരുത്തം അള്ളാഹു നമ്മുടെ ജീവിതത്തിലുടനീളം അഥവാ മരിക്കുന്ന സമയം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ, ആദ്യത്തെ ദിവസത്തിൽ, പ്രാരംഭ സമയത്തിൽ അള്ളാഹു നമുക്ക് തന്ന എത്ര വലിയ ഔദാര്യമാണ്. നമ്മുടെ കൂടെ ഒരേ വീട്ടിൽ തന്നെ കഴിഞ്ഞ ആളുകൾ ഉറക്കത്തിലാണ്, നമ്മുടെ തൊട്ടയലത്ത് കിടക്കുന്നവർ ഉറക്കത്തിലാണ്. അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ അധികരിച്ച ഒരു വയസ്സിന്റെ തുടക്കത്തിൽ അള്ളാഹു എഴുതി ചേർത്തത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. എല്ലാവരും അൽഹംദുലില്ലാഹ് പറയും. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകും. മരിക്കുന്ന സമയം വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, എന്താണ് ഈ സൂറത്തിന് ആലി ഇമ്രാൻ എന്ന് പേര് വയ്ക്കാനുണ്ടായ കാരണം. അന്നവിടെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. ഈ സൂറത്തിലെ 35-ാമത്തെ ആയത്ത് മുതൽ ഈ കുടുംബത്തിനെ പറ്റി, അഥവാ ഈ സൂറത്തിന് പേര് വയ്ക്കാൻ ആധാരമായ ഇമ്രാൻ കുടുംബത്തിനെ പറ്റി അള്ളാഹു ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഇമ്രാൻ, ആലി ഇമ്രാൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. ബദറിന്റെയും ഉഹദിന്റെയും ഇടയിലാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പാരായണം ചെയ്ത് കേട്ട ആയത്തുകളുടെ അവതരണം നടന്നിട്ടുള്ളത്. ഹിജ്റ 9 ശേഷം അവതരിച്ച ആയത്താണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഥവാ ഈ സൂറത്തിന്റെ ആകെ 4 പ്രഭാഷണമാണുള്ളത്, 4 പ്രമേയമാണുള്ളത്. അതിലെ രണ്ടാമത്തെ പ്രഭാഷണവും രണ്ടാമത്തെ പ്രമേയത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഈ ആയത്ത് അവതരിക്കാനുണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തി. മക്കയിൽ നഷ്ടപ്പെട്ടു പോയത് മദീനയിൽ വീണ്ടെടുത്ത് ഇസ്ലാമിക ഭരണ സംവിധാനത്തിന് നാന്ദി കുറിച്ച് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലേക്കെല്ലാം ഇസ്ലാമിൻ്റെ ദഅവത്തിനെ പ്രചരിപ്പിച്ച് എത്തിപ്പെട്ട് അങ്ങനെ മെല്ലെ മെല്ലെ മദീന വിട്ട് മദീനയുടെ പുറത്തും ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലാണ് അന്നത്തെ നജ്റാനിലെ ക്രിസ്തീയ പുരോഹിതന്മാർ അഥവാ 79 പേരടങ്ങുന്ന അവരുടെ ബിഷപ്പുമാരുൾപ്പെടെയുള്ള അവരുടെ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള 79 പേരടങ്ങുന്ന ഒരു സംഘം മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ഇങ്ങനൊരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും ആ പ്രവാചകന്റെ സൽഗുണങ്ങൾ കേട്ടറിഞ്ഞ് ആ പ്രവാചകനിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു. ആ പ്രവാചകന്റെ അനുയായികൾ നമ്മുടെ നാട്ടിലും എത്തിയിട്ടുണ്ട്, നജ്റാനിലും വന്നിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ജമാഅത്തുകൾ പുറപ്പെട്ടു പോയിരുന്നു. അപ്പൊ ഈ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് നേരിട്ട് മുഖം കാണിക്കണം, നേരിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഉണ്ട് എന്ന് വിചാരിച്ചാണ് 79ഓളം വരുന്ന ക്രിസ്ത്യാനികളായ ആളുകൾ, അവരുടെ നേതാക്കന്മാർ, ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒരു വലിയൊരു സംഘം നജ്റാനിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു. അപ്പൊ നജ്റാനിൽ നിന്ന് മദീനയിലേക്ക് അവർ വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുമായിട്ട് സംവദിക്കണം, അവരുമായിട്ട് ചർച്ച ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയാത്തുകളെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തു. എന്താണ് ഈ ആയാത്തുകളുടെ ഉള്ളടക്കം? അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അഥവാ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഇൻജീലിൽ, അതിനു മുമ്പ് നൽകപ്പെട്ടിട്ടുള്ള തൗറാത്തില്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാരും പ്രവാചകന്മാരും, അതേപോലെ തന്നെ അവിടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങൾ, അതിൻ്റെ കാതലായ ഭാഗവും, അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ. ലോക ജനതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആരെ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഇബ്രാഹീമിന്റെ കുടുംബത്തിനെ, ഇമ്രാന്റെ കുടുംബത്തിനെ, ഈ 4 വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഭൂമി ലോകത്തിലെ ഖിയാമത്ത് നാൾ വരെ ഈ 4 വിഭാഗത്തിന്റെ പരമ്പരയല്ലാതെ മനുഷ്യർ ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, 2 നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, 3 ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബം, ഇസ്ഹാഖ് നബി മുതൽ ഇങ്ങോട്ട് ഈസാ നബി വരെയുള്ള, അതേപോലെ തന്നെ ഇസ്മായിൽ നബി മുതൽ തുടങ്ങി ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്ത് മുഴുവൻ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ മുഴുവൻ. മറ്റൊന്ന് ആലി ഇമ്രാൻ, പ്രത്യേകിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിലേക്ക് വഴിതിരിക്കപ്പെടുന്ന ആ ആലി ഇമ്രാന്റെ കുടുംബം. ഇങ്ങനെ പ്രത്യേകമായ ലോകത്ത് ഭൂമിയുടെ ജനതയിൽ ഈ 4 വിഭാഗം മാത്രമേ ഉള്ളൂ, വേറെ വിഭാഗമില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഈ 4 വിഭാഗത്തിന് അള്ളാഹു എടുത്തു പറഞ്ഞത്. ഇന്നല്ലാഹ അസ്തഫാ, അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും, അതേപോലെ തന്നെ ഇമ്രാന്റെ കുടുംബത്തെയും ലോക ജനതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ ഇതിന്റെ പ്രത്യേകത? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോക ജനതയിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? അള്ളാഹു അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ.
അള്ളാഹുവിന്റെ റൂഹിന്റെ ആത്മാവിന്റെ അംശത്തെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അള്ളാഹു ഊതിയത്. വനഫഖ ഫീഹി മിൻ റൂഹിഹി. ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെയോ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്യിപ്പിച്ചു. പിന്നെയോ ഭൂമി ലോകത്തിലുള്ള സകല വസ്തുക്കളുടെയും നാമങ്ങളും അതിന്റെ ഉപയോഗങ്ങളും അതിന്റെ പ്രയോജനങ്ങളും സകല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെയോ അസ്കനഹുൽ ജന്ന, അല്ലാഹ് താമസിക്കാൻ വീടൊരുക്കി കൊടുത്ത എവിടെയാണ്? നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ യുക്തിയുടെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് മനുഷ്യവംശത്തിന്റെ വംശാവലികൾ ഉണ്ടാകണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സബബുണ്ടാക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ തന്നെ താമസിപ്പിക്കാൻ വേണമെങ്കിൽ അള്ളാഹുവിനൊക്കെ അങ്ങനെ തന്നെ താമസിപ്പിക്കാം. പക്ഷേ അള്ളാഹ് ഉദ്ദേശിച്ചത് വേറെയാണ്, ഖലീഫയാക്കാനാണ്. എവിടത്തെ ഖലീഫ? ഭൂമിയിലെ ഖലീഫയാക്കാനാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത്, അല്ലാതെ സ്വർഗത്തിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണ് സ്വർഗത്തിലൊരു സബബുണ്ടാക്കി അള്ളാഹു. ആ സബബിന്റെ പേര്, കാരണത്തിന്റെ പേര് പറഞ്ഞ് അള്ളാഹു ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചു. അതാണ് ആദമിനെ അള്ളാഹ് തന്നിട്ടുള്ളത്. രണ്ടാമത്തത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്താണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകത, ഭൂമിയിൽ ആദം നബി സ്വർഗത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്, എന്നിട്ട് ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്നാൽ ഭൂമിയിൽ നിന്ന് അള്ളാഹു ആദ്യമായി റസൂലായി തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. എപ്പോഴാണത്? മനുഷ്യർ അവര് വസ്തുതകളെ അഥവാ വിഗ്രഹ ആരാധനയിലേക്ക് പോയി കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരിൽ നിന്നിട്ടും തിരഞ്ഞെടുക്കുകയാണ്, സെലക്ട് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് ദീർഘകാലം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത്. ലൈലം വനഹാറ സർറം വജിഹാറ, രഹസ്യമായി പരസ്യമായി രാത്രി പകലിൽ എന്ന് വേണ്ട നിരന്തരം ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് സൂറത്ത് നൂഹ് എന്ന് തന്നെ ഒരു അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊന്ന് വസ്തഫ ആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിലൂടെയാണ് ഖാതിമുൽ അംബിയാക്കളുടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. മറ്റൊന്ന് ആലി ഇമ്രാനാണ്. ആലി ഇമ്രാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബമാണ്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ 4 ഇതിനെ പ്രത്യേകിച്ച് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദുർരിയത്തൻ ബഅദുഹാ മിൻ ബഅദ്, അവരെല്ലാവരും ഒരേ വംശപരമ്പരയുടെ സന്തതികളാണ്. എല്ലാവരും ഒരേ വംശപരമ്പരയുടെ സന്തതികളാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല സകലതും കേൾക്കുന്നവനും സകലതും അറിയുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. إذ قالت امرأة عمران إذ قالت امرأة عمران إذ قالت امرأة عمران إذ قالت امرأة عمران ഒരു സന്ദർഭത്തിൽ ഇമ്രാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഖുർആൻ പറഞ്ഞില്ല, ഭാര്യ എന്ന് പറഞ്ഞു. ഇമ്രാന്റെ ഭാര്യ അഥവാ ഹന്നത്ത് എന്നാണ്. അവരെന്ത് ചെയ്തു? അവരൊരു സന്ദർഭത്തിൽ പറഞ്ഞു, അഥവാ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. അവരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാടുകളായിട്ടും അവർക്കൊരു സന്താനം അവർക്ക് ലഭ്യമായിരുന്നില്ല, ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല, അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നില്ല, അവർ പ്രസവിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
ഇമ്രാന്റെ ഭാര്യ അഥവാ ഹന്നത്ത് ബീവി, അവരൊരു പക്ഷി, ഒരു തള്ളപ്പക്ഷി തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് അവരിങ്ങനെ കാണുകയാണ്. ഒരു കൂട്ടില് ഒരു തള്ളപ്പക്ഷി അതിന്റെ ചുണ്ടിൽ കൊത്തിയെടുത്തുകൊണ്ട് വന്ന ഭക്ഷണം കൊച്ചു കുഞ്ഞിന്, തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഹന്നത്ത് അവർ കാണുകയാണ്. ഇത് കണ്ടപ്പോ വലത, അപ്പോഴാണ് കുഞ്ഞിനെ പറ്റിയൊരു സന്തോഷം, ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ജനിക്കുന്നത്. നോക്കണേ, ഒരു തള്ളപ്പക്ഷി തന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീവിക്ക് ഒരു ആഗ്രഹം ഉണ്ടായതാ, എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ മടിയിലിരുത്തി ആ കുഞ്ഞിന്റെ വായിൽ എനിക്കും ഭക്ഷണം വെച്ച് കൊടുക്കാമായിരുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞിനെ പറ്റി, ഒരു സന്താനത്തെ പറ്റിയുള്ള ഒരു ആഗ്രഹം ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയിൽ ഉണ്ടാകുന്നത്. ഈ സമയത്താണ് അങ്ങനെയാണ് അവര് ഒരു സന്താനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആയിരക്കാൻ തുടങ്ങി. അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആളുകൾ പറയുമല്ലോ, സന്താനത്തിനെ കിട്ടാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളാണ് ആളുകൾ ആസൂത്രണം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, എവിടെയെല്ലാം പോയി ശുക്കിന്റെയും കുഫറിന്റെയും കാര്യങ്ങൾ ആളുകൾ ചെയ്യുകയാണ് അല്ലേ. ക്ഷേത്രവുമല്ല, മഠവുമല്ല, ജാറങ്ങളെന്നല്ല, എവിടെയെല്ലാമാണ് ആളുകൾ പോയിട്ട് എന്തെല്ലാമോ വേണ്ടാത്തത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന സകല കാര്യങ്ങളും ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. അവർക്ക് മാതൃകയാണ് ഹന്നത്ത് റളിയല്ലാഹു തആല അൻഹ. അവരെന്താ ചെയ്തത്? അവരെങ്ങും പോയില്ല, അവരെവിടെയും പോയി ഉള്ളി കമർത്താൻ പോയില്ല, തൊട്ടില് കെട്ടിയിടാൻ വേണ്ടി പോയില്ല, ചേല കെട്ടാൻ വേണ്ടി അവർ പോയില്ല, രൂപം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയില്ല, ഒന്നിനും അവർ പോയില്ല. അവരെന്താ ചെയ്തത്? അവരല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു അവരുടെ ദുആയെ സ്വീകരിച്ചു. അല്ലാഹു ഉത്തരം കൊടുത്തു. അങ്ങനെ അവരുടെ ഭർത്താവുമായി അവർ ഒരുമിച്ചു, അവർ രമിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഗർഭിണിയാവുകയുണ്ടായി. അവർക്ക് ഗർഭമുണ്ടായി എന്ന് അവർക്ക് ഉറപ്പായപ്പോ, ഒരു പെണ്ണിന് അറിയാമല്ലോ തനിക്ക് ഗർഭമുണ്ടായോ ഇല്ലയോ, താൻ ഗർഭിണിയായോ അല്ലയോ എന്നൊരു പെണ്ണിനറിയാം. അവർക്ക് ഉറപ്പായി താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോ, അള്ളാഹു തന്നതല്ലേ, പടച്ചവനോട് ദുആ ചെയ്തപ്പോ ദുആ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു തന്നതല്ലേ, അവരെന്ത് ചെയ്തു? ആ സമയത്ത് അവർ പറഞ്ഞു, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, എന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള കുഞ്ഞിനെ നിന്റെ സേവനത്തിനായി ഞാനിതാ സമർപ്പിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അല്ലാഹ് ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് നീ അതിനെ സ്വീകരിക്കണം, എന്നിൽ നിന്ന് നീ സ്വീകരിക്കണം. അവർ നേർച്ചയാക്കി. ഇന്നക അന്തസ് സമീഉൽ അലീം, തീർച്ചയായും സകലതും കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് റബ്ബേ. എന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നിന്റെ ഖിദ്മത്തിന് വേണ്ടി, അഥവാ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടി ഞാനിതാ നേർച്ചയാക്കിയിരിക്കുന്നു അല്ലാഹ്. അങ്ങനെ അവർ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോ അവര് പ്രസവിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും റബ്ബിനോട് അവർ പറഞ്ഞു, റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, ഹേ അല്ലാഹ്, ഞാനൊരു പെണ്ണിനെയാണ്, ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചിരിക്കുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഖുവ്വത്ത് കുറവായിരിക്കും, ശക്തി കുറവായിരിക്കും. അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സായുടെ ഖിദ്മത്തിന് എങ്ങനെയാണ് ഒരു പെൺകുട്ടി ചേരുക? ആശങ്ക അറിയിച്ചു. ഞാനൊരു പെണ്ണിനെയാണ് പ്രസവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടി ആളുകൾ വന്നു പോകുന്ന ഇടങ്ങളിലേക്ക് ഒരു പെൺകുട്ടിയെ എനിക്ക് എങ്ങനെയാണ് അയക്കാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു, വല്ലാഹു അഅലമു ബിമാ വദഅത്, വല്ലാഹു അഅലമു ബിമാ വദഅത്. അല്ലാഹു കൃത്യമായി അറിഞ്ഞിട്ടുണ്ട് നീ ആരെയാണ് പ്രസവിച്ചത്, ആണിനെയാണോ പെണ്ണിനെയാണോ പ്രസവിച്ചതെന്ന് വളരെ കൃത്യമായി അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. വലൈസത് ദകറു കൽ ഉൻസാ, ആണ് പോലെ അല്ലല്ലോ പെണ്ണ്, ആണിനെ പോലെ അല്ലല്ലോ പെണ്ണ്. പെണ്ണിന് ചില ബലഹീനതകൾ ഉണ്ടല്ലോ.
അതൊന്നും അള്ളാഹു കണക്കിലെടുത്തില്ല. അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് മറിയം, ഞാൻ ആ കുട്ടിക്ക് മറിയമെന്ന് പേരിട്ടു. ആ കുട്ടിയെ, പെൺകുട്ടിയെ മാത്രമല്ല, ആ പെൺകുട്ടിയുടെ സന്താനങ്ങളെയും നാം കാത്തു രക്ഷിച്ചിരിക്കുന്നു മിനശ്ശൈത്വാനിർ റജീം, പിശാചിന്റെ സ്പർശനത്തിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും പിശാച് തൊടുമത്രേ. പിശാച് ആ കുഞ്ഞുങ്ങളിൽ തൊടും. ചില ഹദീസുകളിൽ കാണാൻ കഴിയും ഒന്ന് അമർത്തും, ചില ഹദീസുകളിൽ കാണാൻ കഴിയും ചില അടയാളങ്ങളിൽ ഇടും. എന്നാൽ മറിയമിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹ, നീ പ്രസവിച്ച മറിയമിനെയും അതുപോലെ തന്നെ മറിയമിന്റെ സന്താനങ്ങളെയും തീർച്ചയായും പിശാചിൽ നിന്ന്, പിശാചിന്റെ സ്പർശനത്തിൽ നിന്ന്, ജനിച്ച സമയത്ത് പിശാചിന്റെ സ്പർശനത്തിൽ നിന്ന് ഞാൻ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. സംഭവ ചരിത്രം വീണ്ടും നീണ്ടുപോവുകയാണ്. അടുത്ത ആയത്തിൽ വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് സുബ്ഹാനല്ലാഹ് മഹദി ഹന്നത്ത് റളിയല്ലാഹു തആല അൻഹ ആ കുടുംബത്തിലെ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠം എന്താണ്? അള്ളാഹു അവനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സകല കാര്യങ്ങളിലും അള്ളാഹുവിനെ ഇടപെടുത്തുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ശീലം മുഅ്മിനിനുണ്ടാകണം. മുഅ്മിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹ് അല്ലാത്ത മറ്റൊന്ന് കടന്നു വരാൻ പാടില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന കുഞ്ഞ് ജനിച്ചു. രാത്രിയിലാണ് കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിന് പേര് വെച്ചു, ഇബ്രാഹിം എന്ന് പേര് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് തൊട്ടുകൊടുത്തു. തൊട്ടുകൊടുത്തു. ഒരുപാട് ഹദീസുകളിൽ കാണാൻ കഴിയും. അന്നത്തെ കാലഘട്ടത്തിലെ സഹാബാക്കൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരുമായിരുന്നു. തങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിരുന്നത്. തങ്ങൾ കുഞ്ഞിന് പേരിടുമായിരുന്നു, തൊട്ടുകൊടുക്കുമായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്റെ സഹോദരൻ ജനിച്ചപ്പോൾ, എനിക്കൊരു കുഞ്ഞു സഹോദരൻ ജനിച്ചപ്പോൾ ആ സഹോദരനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, പേരിടാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേരിട്ടു. അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടു, അബ്ദുള്ള എന്ന് പേരിട്ടു. മറ്റൊരു സഹാബി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, രാത്രിയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്ത് പേരാണ് ഞാൻ ഇടേണ്ടതെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മി ഇബ്നക അബ്ദുറഹ്മാൻ, കുഞ്ഞിനെ അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടു. ഇതെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. പേരിടുക, നല്ല പേരുകളിടുക, തൊട്ടുകൊടുക്കുക, അവരുടെ ഗുണമുണ്ടാകുമെന്നാണ് പറയുന്നത്. ചാപ്പാടിന് ആക്രാന്തം മൂത്തവരെയൊക്കെ പിടിച്ചുകൊണ്ടേ തൊട്ടുകൊടുത്താൽ പിന്നെ ചാപ്പാട് ചോദിച്ചുകൊണ്ടേ പോക്കറ്റ് കാര്യമായി പോകും. നല്ല സാലിഹീങ്ങളായ ആൾക്കാരെ, പട്ടിണിയൊക്കെ കടക്കാനായതുകൊണ്ട് ആളുകളെ കൊണ്ട് തൊട്ടുപിടിക്കുക. അന്നൊക്കെ ഓരോ സ്വഭാവം ഉണ്ടാകുന്നതാണ്. അതാണ് സ്വാലിഹീങ്ങളെ കൊണ്ട് തൊട്ടുകൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പുറത്ത് വേറെ ആ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. അതാണ് ഓരോരുത്തരും ഓരോ സഹാബാക്കളും ആഗ്രഹിച്ചു. അവർ കൂട്ടിക്കൊണ്ടുപോയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു. നബി തങ്ങൾ കുഞ്ഞുങ്ങളുടെ തലയിൽ വെച്ചിട്ട് മന്ത്രിക്കുമായിരുന്നു, ഉപദേശം കൊടുക്കുമായിരുന്നു, മന്ത്രിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പേരമക്കൾ നിസ്കാരത്തിന് തോളിൽ കയറി ആന കളിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിരട്ടുകയോ ആട്ടുകയോ പായിക്കുകയോ ചെയ്യുന്നില്ല. സുബഹി നിസ്കാരത്തിന് സുജൂദിൽ കിടക്കുമ്പോൾ രണ്ടെണ്ണം കൂടെ എഴഞ്ഞെഴിഞ്ഞ് ഓടി വരും. പേരക്കുടാങ്ങൾ ഓടി വന്ന് എവിടെ കയറിയിരിക്കും? പെടലിൽ കയറി.
ചില സമയത്ത് സുജൂദ് നീണ്ടുപോകും. കാരണം എന്താ, ഇവർ മണ്ടയിരിക്കുക, നേരെ മുകളുടെ പൊന്തിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം അടി താഴെ വീഴും. തല അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് സുജൂദ് ദീർഘിപ്പിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങളോട് വലിയ കരുണയും വലിയ സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, കുഞ്ഞുങ്ങളോട് നിങ്ങൾ നേരെ നിന്നുകൊണ്ട് വർത്താനം പറയുന്നു. ആ ഒരു വാക്ക് എന്തൊരു വാക്കാണ്! കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഇത്രയല്ലോ, നമ്മൾ നേരെ നിന്നോണ്ട് എന്ത് ചെയ്യരുത്, അവരോട് വർത്താനം പറയലെന്ന്. പിന്നെന്താണ്, അവരുടെ ചുണ്ടിന്റെ അരികിലേക്ക് നമ്മുടെ ചെവിയെ അടുപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വർത്താനം അള്ളാഹു മനസ്സിലാക്കാൻ തോന്നിക്കുന്ന കുമാറാണ്.